മൊബൈൽ ഫോണിന് അടിമയായി പുറം ലോകവുമായും സ്വന്തം അമ്മയുമായും പോലുള്ള ബന്ധം നഷ്ടപ്പെട്ട ഒരു 14-കാരി. ജീവിതത്തിൽ അവൾക്കുണ്ടായ നഷ്ടങ്ങളുടെ ആഴവും ആ ജീവിതം തിരിച്ചുപിടിക്കാൻ അവൾ നടത്തുന്ന അസാമാന്യമായ പോരാട്ടവും. കൗമാരക്കാർ ഈ സൈബർ യുഗത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ വരച്ചു കാട്ടുകയാണ് മിറാജ് എന്ന ഹ്രസ്വചിത്രം. ഈ ചിത്രം ഒരുക്കിയതാകട്ടെ കൗമാരക്കാരായ വിദ്യാർത്ഥികൾ. അവസാനമില്ലാത്ത മൊബൈൽ ഫോൺ സ്ക്രോളിംഗിന്റെ ചക്രത്തിൽ കുരുങ്ങിപ്പോകുന്ന 14-കാരി. അവളുടെ യാഥാർത്ഥ്യബോധം പതിയെ തകർന്നു തുടങ്ങുന്നിടത്താണ് മിറാജ് ആരംഭിക്കുന്നത്. അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മറ്റുള്ളവരിൽ നിന്നും അവൾ അകന്നു. അമ്മയുടെ സാന്നിധ്യം പോലും അനാവശ്യമെന്ന് തോന്നിത്തുടങ്ങി. പിന്നീട് അവളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ സങ്കീർണതയാണ് ഒമാനിലെ വാദി കബീർ ഇന്ത്യൻ സ്കൂളിലെ 9ഉം 11ഉം ക്ലാസ് വിദ്യാർത്ഥികളായ 8 പേർ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇന്ത്യൻ സ്കൂൾ ഫിലിം ഫെസ്റ്റിവലിൽ 5 പുരസ്കാരങ്ങളും ഇവർ സ്വന്തമാക്കി. The best actress backed by Alisha Shainu from Indian School Wadi Kabir. കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ആലപ്പുഴ സ്വദേശി അലീഷ ഷൈനുവിന് മികച്ച നടിക്കുള്ള പുരസ്കാരം മിറാജ് നേടിക്കൊടുത്തു. ഒരു രാത്രിയിലുണ്ടായ വൈദ്യുതി മുടക്കം അവളെ ഭീതിതമായ ഒരവസ്ഥയിലേക്ക് തള്ളിവിടുന്നതും തുടർന്നുള്ള രംഗങ്ങളും അസാമാന്യ മികവോടെയാണ് അലീഷ അവതരിപ്പിച്ചത്. ഒരു മദർ ഡോട്ടർ ഡൈനാമിക്കിലായിരുന്നു ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തത്. ഒരു അമ്മ, ഷീ ഈസ് വെരി സാഡ്. കുട്ടിയാണെങ്കിൽ ഫോൺ അഡിക്റ്റ് ആയിട്ട് അമ്മയ്ക്ക് ഒരു അറ്റൻഷനൊന്നും കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ അവിടെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ എനിക്ക് അത് കുറച്ച് പാടായിരുന്നു. ബിക്കോസ് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഹൊറർ ആസ്പെക്റ്റ് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടില്ല, പക്ഷേ സ്ട്രീറ്റ് പ്ലേസിലും മൈംസിലും അതൊക്കെ ഞാൻ പൊർട്രേ ചെയ്യാൻ വെരി ഈസി ആയിരുന്നു. എന്നാലും എൻ്റെ കൂടെയുള്ള ആൾക്കാർ ആക്ട് ചെയ്തവർ, എനിക്ക് അവരുമായിട്ട് ഐ എം ഫ്രണ്ട്സ് വിത്ത് ദം. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഒരു കംഫർട്ടബിൾ സീൻ ആയതുകൊണ്ട് എനിക്കത് പൊർട്രേ ചെയ്യാൻ അത് ഈസിയറായി. വാദി കബീർ ഇന്ത്യൻ സ്കൂളിലെ ഡെപ്യൂട്ടി സ്കൂൾ ഹെഡ് ബോയ് കൂടിയായ അൽഫൈഖ് ബിൻ ഫൈസൽ 2 ദിവസം കൊണ്ടാണ് കഥയും തിരക്കഥയും തയ്യാറാക്കിയത്. സംവിധായകന്റെ റോൾ കൂടി വഹിച്ച അൽഫൈഖ് മികച്ച സംവിധായകനുള്ള അവാർഡും നേടി. അലീഷ ഹാസ് ടു ഗോ ടു ദി കിച്ചൺ, എന്നിട്ട് മദറിനെ ഹഗ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് നമ്മുടെ റെസൊല്യൂഷൻ ഫിലിമിൻ്റെ. കാരണം ഫോൺ അഡിക്ഷൻ ആണ് ഫസ്റ്റ് ഷോട്ട്. ലാസ്റ്റ് ഷോട്ട് മദറായിട്ട് റീകണക്ട് ചെയ്യുന്നു. നമ്മളൊരു ആക്ടർ ആകുമ്പോൾ ബാക്കിയുള്ളവർ നമ്മുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ കേൾക്കുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ദാറ്റ് വാസ് എ ഫാക്ടർ ദാറ്റ് റിയലി കോൺട്രിബ്യൂട്ടഡ് ഇൻ ഹെൽപ്പിംഗ് ടു മേക്ക് ദിസ് ഫിലിം ബെറ്റർ എന്ന് ഞാൻ പറയാം. പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ദാനിയ ജോൺ അമ്മവേഷത്തിൽ നിറഞ്ഞു നിന്നു. ആദ്യമായാണ് ദാനിയയും ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത്. മെയിൻ സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത് തന്നെ അമ്മയും മോളും തന്നെയാണ്. അപ്പം എത്രത്തോളം മോൾ ഇമ്പോർട്ടൻ്റ് ആണോ അത് എത്രത്തോളം അമ്മയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി. കാരണം ആ ഇമോഷൻസ് അത് എക്സാക്ട്ലി കാണിച്ചില്ലെങ്കിൽ ആ സ്റ്റോറിയുടെ എൻറ്റയർ ഫീൽ പോവും. അപ്പം വിളിച്ചപ്പോൾ നമ്മുടെ ഡയറക്ടർ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് യെസ് പറയാൻ തോന്നി. കാരണം ആക്ടിങ്ങും ഡ്രാമയും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ യെസ് പറഞ്ഞു. പിന്നെ പ്രോസസ്സ് ഫുള്ളി എൻജോയ് ചെയ്തു. സ്ക്രിപ്റ്റ് ആയാലും ആക്ടിങ് ആയാലും എല്ലാം എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. അവാർഡ്സൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. മികച്ച ഹ്രസ്വചിത്രം, മികച്ച സംവിധായകൻ അൽഫൈഖ് ബിൻ ഫൈസൽ, മികച്ച നടി എന്നിവയ്ക്ക് പുറമെ മികച്ച എഡിറ്റിംഗിന് ബെനീറ്റോ ജോവി പെരേരയും സംഗീതത്തിന് ജോയ്നാഥനും പുരസ്കാരങ്ങൾ നേടി. സ്വയം ഉണ്ടാകുന്ന തിരിച്ചറിവാണ് ജീവിതത്തിന്റെ ഗതി മാറ്റുകയെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് മിറാജ്. ചിത്രത്തെയും ടീം വർക്കിനെയും കുറിച്ച് ഇങ്ങനെയാണ് അൽഫൈഖ് ബിൻ ഫൈസൽ പറയുക. നമുക്കാകെ 2 ഓപ്ഷൻസ് ഉള്ളായിരുന്നു. ഒന്നെങ്കിൽ ഡിജിറ്റൽ പ്രിസൺ അല്ലെങ്കിൽ കൈൻഡ്നസ്. അപ്പോൾ കൈൻഡ്നസ് വി ഫെൽറ്റ് ഇറ്റ് വാസ് ബിറ്റ് ക്ലീഷേ. അതുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ പ്രിസൺ പോയത്. ഡിജിറ്റൽ പ്രിസൺ ബേസിക്കലി ഡീൽ ചെയ്യുന്നത് ഫോൺ അഡിക്ഷനാണ്. അപ്പോൾ ഫോൺ അഡിക്ഷനും അതിനെപ്പറ്റിയുള്ള ടോപ്പിക്സാണ് അത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഫോൺ അഡിക്ഷൻ ഈ ടോപ്പിക്കിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് എല്ലാവരും എപ്പോഴും ക്ലീഷേ ആയിട്ടുള്ള സ്റ്റോറീസിനാണ് പോകുന്നത്. പക്ഷേ ഞാൻ ആ സമയത്ത് ഈ ടോപ്പിക്ക് വായിച്ചപ്പോൾ
ഞാൻ വിചാരിച്ചു നമുക്ക് ഹൊറർ ജോൺറിൽ ഒന്ന് ട്രൈ നോക്കിയൂടെ, കാരണം ദാറ്റ്സ് സംതിങ് ദാറ്റ്സ് വെരി അപ്പീലിംഗ് ടു ദ ജഡ്ജസ്, അറ്റ് ദ സെയിം ടൈം സംതിങ് വെരി യുണീക്ക്. ആരും അതിനെപ്പറ്റി ചിന്തിക്കത്തില്ല. യുണീക്കായ ഐഡിയ ആയതുകൊണ്ട് മാത്രമാണ് അതിനുവേണ്ടി അപ്ലൈ ചെയ്തത്. 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആലപ്പുഴ സ്വദേശി അലീഷ ഷൈനു, തമിഴ്നാട് സ്വദേശി എബ്രഹാം ബ്ലസൻ, ഗോവ സ്വദേശിയായ ബെനീറ്റോ ജോവി പെരേര, ഹൈദരാബാദുകാരൻ ജോയ് നാഥൻ എന്നിവരും 11ാം ക്ലാസ് വിദ്യാർത്ഥികളായ കൊല്ലം ഇരവിപുരം സ്വദേശി അൽഫൈക്ക് ബിൻ ഫൈസൽ, തൃശൂർ സ്വദേശികളായ ഇരട്ട സഹോദരങ്ങൾ എറിൻ ജോഷി, എറിസ് ജോഷി, പെരുമ്പാവൂർ സ്വദേശിനി ഡാനിയ ജോൺ എന്നിവരാണ് മിറാജ് യാഥാർത്ഥ്യമാക്കിയത്. ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ നേതൃത്വത്തിൽ ദാർസൈറ്റ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന ഹ്രസ്വ ചലച്ചിത്രോത്സവത്തിൽ സംവിധായകൻ കമലിന്റെ കൈകളിൽ നിന്നുമാണ് ഇവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ഒമാനിലെ ഇന്റർനാഷണൽ ഫിലിം ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഇൻഡോ ഒമാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്കും ഇവരുടെ ചിത്രം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മൊബൈൽ ഫോണിലേക്ക് വരുന്ന അനവധി നോട്ടിഫിക്കേഷനുകളെ അവഗണിച്ച് ഫോൺ തലകീഴായി വെച്ചുകൊണ്ട് മകൾ അമ്മയിലേക്ക് മടങ്ങുന്നതാണ് കഥയുടെ ക്ലൈമാക്സ്. ഇന്റർനെറ്റ് അഡിക്ഷനൊപ്പം ലഹരി, മിഥ്യാബോധം, സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടം എന്നിവയെല്ലാം മിറാജ് പരീക്ഷിക്കുന്നുണ്ട്. We did a lot of hard work for this film, and I felt like it is truly deserved that we got this award, and the film is working in the film was one of the best decisions I made this year. മരീചികയുടെയും മരുപ്പച്ചയുടെയും പേരാണ് മിറാജ്. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന, മനസ്സിനെയും ചിന്തകളെയും വഞ്ചിക്കുന്ന സങ്കല്പം. ഇന്റർനെറ്റിലൂടെ നമുക്ക് മുന്നിലെത്തുന്ന പലതും ഇങ്ങനെ വെറും മരുപ്പച്ചകൾ മാത്രമാണെന്ന് തിരിച്ചറിയുന്നതോടെ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാം, ബന്ധങ്ങൾ തിരിച്ചു പിടിക്കാം, വ്യക്തിയെ വീണ്ടെടുക്കാം. ഇതാണ് ഈ കൗമാരക്കാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും.